نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള വിശ്വാസികൾ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെക്കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിക്കുന്നത് നാം കേൾക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് ഏറെ വിഷമവും പ്രയാസവും സങ്കടവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് അത് തിരുത്താനുള്ള ഒരു അവസരമുണ്ട്. ഒന്നുകിൽ അവരാ പറയുന്നത് നമ്മളിൽ ഉള്ള എന്തെങ്കിലും തിന്മയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള എന്തെങ്കിലും പോരായ്മയാണെങ്കിൽ നമുക്ക് നമ്മെ തിരുത്താം. അതല്ല, അവർ പറയുന്നത് നമ്മെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മൂലമാണ് എങ്കിൽ നമുക്ക് ഒരുപക്ഷെ അവരെയും തിരുത്താനാകും. എന്നാൽ നമ്മുടെ മരണശേഷം നമ്മെക്കുറിച്ച് ആളുകൾ നമ്മളെ കൊണ്ടുണ്ടായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും തിരുത്താനും നല്ലതു പറയിപ്പിക്കാനും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം കാലശേഷം ആളുകൾ നമ്മെക്കുറിച്ച് എന്തു പറയും, ആളുകളുടെ മനസ്സിൽ നമുക്ക് എന്ത് ഇടമാണുണ്ടാവുക, നാം ജീവിച്ച ഈ നാട്ടിൽ, നാം ജീവിച്ച നമ്മുടെ നാട്ടിൽ നമ്മെക്കുറിച്ചുള്ള എന്തു അടയാളങ്ങളാണ് നമ്മൾ ബാക്കി വെച്ചു പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന വിശുദ്ധ ഖുർആനിന്റെ 26-ാം അധ്യായം സൂറത്തുൽ ശുഅറായിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. വജഅൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ വജഅൽനീ മിൻ വറസതി ജന്നത്തിൻ നഈം. അല്ലാഹുവേ, പിൽക്കാലക്കാർക്കിടയിൽ, എന്റെ കാലശേഷം വരുന്ന ആളുകൾക്കിടയിൽ എന്നെക്കുറിച്ചുള്ള സൽകീർത്തി നീ നിലനിർത്തി തരണമേ, എന്നെ നീ സ്വർഗത്തിന്റെ അനന്തരാവകാശികളിൽ ഉൾപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മെക്കുറിച്ച് സൽകീർത്തി നിലനിർത്താൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്നതാണ് നാം പരിശോധിക്കേണ്ടത്. ഒരിക്കലും ആളുകൾ നമ്മെക്കുറിച്ച് നല്ലത് പറയുക എന്നതല്ല നമ്മളുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ദേശമായി ഉണ്ടാകേണ്ടത്. എന്നാൽ നമ്മുടെ കാലശേഷം ആളുകളുടെ മനസ്സിൽ നിലനിൽക്കാനും അവരുടെ പ്രാർത്ഥന കൂടി നമുക്ക് ലഭിക്കാനും കാരണമാകുന്ന ചില കാര്യങ്ങൾ സ്വാഭാവികമായും വിശ്വാസി എന്ന നിലക്ക് നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ കാലശേഷവും നമുക്ക് പുണ്യമായി മാറുന്ന
ചില പ്രവർത്തനങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ മാതൽ ഇൻസാൻ ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. മനുഷ്യൻ അവന്റെ മരണം സംഭവിച്ചാൽ 3 കാര്യങ്ങളല്ലാത്തതെല്ലാം മുറിഞ്ഞു പോകുന്നതാണ്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്, ഇല്ലാ മിൻ സ്വദഖത്തിൻ ജാരിയ ഔ ഇൽമിൻ യുൻതഫഉ ബിഹി ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. 3 കാര്യങ്ങളാണ്. ഒന്ന് നിലനിൽക്കുന്ന ദാനമാണ്. നാം ഒരു പള്ളിക്ക്, ഒരു ദീനിയായ സ്ഥാപനത്തിന്, ഒരു നന്മയുടെ കാര്യത്തിന് നാം എന്തെങ്കിലും ചെലവഴിച്ചാൽ നമ്മുടെ കാലശേഷവും അത് നിലനിൽക്കുകയും നമുക്കതിന്റെ പ്രതിഫലം പറ്റാൻ അവസരമുണ്ടാവുകയും ചെയ്യും. രണ്ടാമത്തത് ഉപകാരപ്രദമായ അറിവാണ്. നമ്മൾ ആളുകൾക്ക് പകർന്നു കൊടുത്ത നല്ല അറിവുകൾ, നന്മയുടെ പാഠങ്ങൾ നമ്മുടെ കാലശേഷവും നമുക്ക് ഖബറിലേക്ക്, നമ്മുടെ പരലോകത്തേക്ക് പ്രതിഫലാർഹമായ കാര്യമാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളെ ബാക്കിയാക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അത് മരണത്തിനപ്പുറം നമുക്ക് പ്രതിഫലം ലഭിക്കാനുള്ള കാരണമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, ചില വാക്കുകൾ, ചില ഇടപെടലുകൾ, അതും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാലശേഷവും നമുക്ക് പ്രതിഫലം ലഭിക്കാൻ കാരണമാകുന്ന വിഷയമാണ്. സഹോദരങ്ങളെ, അതിലൊന്ന് ആളുകൾക്ക് നന്മ അറിയിച്ചു കൊടുക്കുക എന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ല അലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലി. ആരെങ്കിലും മറ്റൊരാൾക്ക് ഒരു ഖൈർ അറിയിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഒരു നന്മ പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഫലഹു മിസ്ലു അജ്രി ഫാഇലി, ആ നന്മ അയാൾ പഠിച്ചു മനസ്സിലാക്കി അത് പ്രവർത്തിക്കുമ്പോ ആ പ്രവർത്തിക്കുന്ന ആ മനുഷ്യന് ലഭിക്കുന്ന അതേ പ്രതിഫലം ആ പറഞ്ഞു കൊടുത്തവനും ലഭിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തൗഹീദ് കൃത്യമായി മനസ്സിലാക്കാത്ത, ശിർക്കുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യരെ ഇതാണ് ശരിയായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണ് ശരിയായ തൗഹീദ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്കായാൽ അയാൾ എത്ര കാലം ആ തനതായ ശരിയായ വിശ്വാസത്തിൽ ജീവിക്കുന്നോ അതിന്റെ എല്ലാം പ്രതിഫലം അയാൾക്കും നമുക്കും ലഭിക്കുമെന്നതാണ്. നാം കാരണം ഒരാൾ നമസ്കാരം ആരംഭിച്ചാൽ, നമ്മളുടെ ഒരു വാക്കു കാരണം ഒരാളുടെ കുടുംബജീവിതം നന്നായാൽ, നമ്മളുടെ ഒരു ഉപദേശം കാരണം ഒരാളിൽ ഒരു നന്മ തുടങ്ങിയാൽ ആ നന്മ അയാൾ പ്രവർത്തിക്കുന്നതിന്റെ അതേ പ്രതിഫലം നമുക്കും ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിത തിരക്കുകൾക്കിടയിൽ, ഭൗതികമായ ജീവിത തിരക്കുകൾക്കിടയിൽ, നമ്മളുടെ ജോലിയും അധ്വാനങ്ങളുടെയും പിറകെയുള്ള ഓട്ടങ്ങൾക്കിടയിൽ നമുക്ക് ആളുകൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കാനും, നല്ല ഉപദേശങ്ങൾ കൊടുക്കാനും, അവരിലെ തിന്മ തിരുത്താനും, നസീഹത്തുകൾ പകർന്നു കൊടുക്കാനും ജീവിതത്തിൽ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അത് മരണത്തിനപ്പുറവും നമുക്ക് കൂലി ലഭിക്കുന്ന, നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കാൻ കാരണമാകുന്ന ആളുകളുടെ മനസ്സിൽ നല്ല അടയാളങ്ങളെ ബാക്കി വെക്കാൻ കഴിയുന്ന കാര്യമാണ്. മറ്റൊന്ന് ആളുകൾക്കിടയിലെ ബന്ധം നന്നാക്കലാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലാ ഉഖ്ബിറുകും ബിഅഫ്ളി മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ. നോമ്പിനേക്കാൾ, നമസ്കാരത്തേക്കാൾ, സ്വതക്കയേക്കാൾ ഉന്നതമായ പദവിയുള്ള, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യത്തെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? ഖാലൂ, സഹാബത്ത് പറഞ്ഞു, ബല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾക്ക് അങ്ങനെ അറിയിച്ചു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല ഇസ്ലാഹു ദാത്തിൽ ബൈൻ, രണ്ടാളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക, അവരുടെ ബന്ധം നന്നാക്കുക, കണ്ണി ചേർക്കുക എന്നത് ഏറെ പ്രതിഫലാർഹമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മാത്രവുമല്ല, സൂറത്തുൽ ഹുജറാത്തിന്റെ 10-ാമത്തെ ആയത്തിൽ വിശ്വാസിയുടെ സവിശേഷമായ സ്വഭാവമായി പഠിപ്പിച്ചത്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഫാസ്ലിഹു ബൈന അഖവൈക്കും, വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. അതുകൊണ്ട് ആ സഹോദരങ്ങൾക്കിടയിൽ എന്തെങ്കിലും വീഴ്ചകളും എന്തെങ്കിലും അകൽച്ചകളും കണ്ടാൽ നിങ്ങൾ നന്നാക്കാൻ പരിശ്രമിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് ആളുകൾക്കിടയിൽ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പോലും ആളുകൾ തെറ്റിപ്പിരിഞ്ഞ് അകന്നു നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അവിടെ പരസ്പരം ഒന്ന് സംസാരിച്ച് എത്രയോ കാലം നിലനിൽക്കാവുന്ന ആ ഒരു അകൽച്ച നമ്മുടെ വാക്കുകൊണ്ട് നന്നാവുകയാണെങ്കിൽ സഹോദരങ്ങളെ, അവരുടെ പ്രാർത്ഥനയിൽ, അവരുടെ ചിന്തകളിൽ നമ്മൾ ഉണ്ടാകും, നമ്മളുടെ കാലശേഷവും. അതുകൊണ്ട് ആദിലത്തെ ആളുകളിൽ രഞ്ജിപ്പുണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ജനങ്ങൾക്കുള്ള ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന്.
സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ജനങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യരാരാണ്? വ്യത്യസ്തങ്ങളായ അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്ത ആ അധ്യാപനങ്ങളിൽ ആ ചോദ്യത്തോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിച്ചത്, അഹബ്ബുന്നാസി ഇലല്ലാഹ് അൻഫഉഹും ലിന്നാസ്. ജനങ്ങളിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാരാണ്? അൻഫഉഹും ലിന്നാസ്. അവരിൽ ആരാണോ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവർ, ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയണം. ആളുകൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ, ഏതു സ്ഥലങ്ങളിലാണെങ്കിലും നമ്മളാലാകുന്ന ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ, ഒരാളെ നമുക്ക് ആ നിലയ്ക്ക് സഹായിക്കാൻ കഴിയുന്നുവെങ്കിൽ, മനുഷ്യർക്ക് ഉപകാരമുള്ള, പൊതുവായി ഉപകാരമുള്ള, അതല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ടാകും. സമൂഹത്തിന് ഒന്നിച്ച് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ആളുകൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കുക എന്നതാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന, ആ ഉപകാരം ചെയ്തു കൊടുക്കുന്ന, സഹായം ചെയ്തു കൊടുക്കുന്ന, നന്മ ചെയ്തു കൊടുക്കുന്ന മനുഷ്യർ, അവരാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളവർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്രകാരം തന്നെ സഹോദരങ്ങളെ, മനുഷ്യരുടെ മനസ്സിൽ നമുക്ക് ജീവിക്കാനാകുന്ന, അവരുടെ നന്മയുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഇടം ലഭിക്കാൻ കാരണമാകുന്ന മറ്റൊരു വിഷയമാണ് ഉപകാരം ചെയ്തു കൊടുക്കുക എന്നതുപോലെ തന്നെ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക എന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു പാഠം നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന ഫീ ശജറത്തിൻ ഖതഅഹാ മിൻ വഹരി ത്വരീഖ്. പരലോകത്ത്, സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടുന്ന ഒരു മനുഷ്യനെ എനിക്ക് കാണാനായി. എന്തേ അയാൾക്ക് ആ സ്വർഗത്തിൽ ആനന്ദങ്ങൾ ലഭിക്കാനുള്ള കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഫീ ശജറത്തിൻ ഖതഅഹാ മിൻ വഹരി ത്വരീഖ്. ആളുകൾക്ക് ഉപദ്രവമായി, ആളുകൾക്ക് പ്രയാസം സൃഷ്ടിച്ചുകൊണ്ട് വഴിയരികിൽ ഉണ്ടായിരുന്ന ഒരു മരം മുറിച്ചു കൊടുത്ത് ആളുകളുടെ ആ പ്രയാസം നീക്കിക്കൊടുത്ത കാരണത്താൽ സ്വർഗത്തിൽ സന്തോഷവാനായി കഴിയുന്ന ഒരു മനുഷ്യനെ എനിക്ക് കാണാനായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നന്മ ചെയ്യാൻ പരിശ്രമിക്കുന്ന, ശ്രദ്ധിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ കാലശേഷവും നമ്മൾ തുടങ്ങി വെച്ച നന്മകൾ നിലനിൽക്കാൻ സഹായകമാകുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അത് നമ്മുടെ പ്രവർത്തനങ്ങളിലുണ്ട്, അത് നമ്മുടെ ഇബാദത്തുകളിലുണ്ട്, അത് നമ്മുടെ സ്വഭാവത്തിന്റെ മേഖലകളിലുണ്ട്. അതെല്ലാം വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ പാലിച്ചുകൊണ്ട് നമ്മളുടെ മരണത്തിനപ്പുറവും ആളുകൾ നമ്മെ കുറിച്ച് നല്ലത് പറയുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലൂടെ ഒരു ജനാസയെ കൊണ്ടുപോകുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മുസ്തരീഹുൻ ഔ മുസ്തറാഹു മിൻ. അയാൾ വിശ്രമിക്കാനാണോ പോകുന്നത്, വിശ്രമം നൽകിക്കൊണ്ടാണോ പോകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചോദ്യത്തെക്കുറിച്ച് സ്വഹാബത്ത് അദ്ദേഹത്തോട് അന്വേഷിച്ചു, എന്താ റസൂലെ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ശരിയായ വിശ്വാസിയായി ജീവിച്ചൊരു മനുഷ്യനാണെങ്കിൽ ഈ ദുനിയാവിൽ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും ആ മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും. അയാൾ മരണത്തിനപ്പുറം ഖബറിലേക്ക് പോകുന്നത് വിശ്രമിക്കാൻ വേണ്ടിയാണ്. എന്നാൽ വേറെ ചില മനുഷ്യരുണ്ട്, അവരെ കൊണ്ട് അവർ ജീവിച്ച നാടിനും അവർ ജീവിച്ച നാട്ടിലെ മനുഷ്യർക്കും എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാം, വശ്ശജറു വദ്ദവാബ്. അയാൾ ജീവിച്ച നാട്ടിലെ മരങ്ങൾക്കും മൃഗങ്ങൾക്കും വരെ അയാളെ കൊണ്ട് ഉപദ്രവം ഉണ്ടായിട്ടുണ്ടാകും. അയാളുടെ മരണത്തോടുകൂടി
ബാക്കിയുള്ളവർക്കെല്ലാം ഒരു ആശ്വാസവും ഒരു സമാധാനവും ലഭിക്കുന്ന രൂപത്തിലാണ് അയാളുടെ മരണം സംഭവിക്കുന്നത്. നാം ഖബറിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്വസ്ഥമായി വിശ്രമിച്ച് ആനന്ദത്തോടുകൂടി ആശ്വാസത്തോടുകൂടി കഴിയാനാകുമോ നമ്മൾ ഖബറിലേക്ക് പോകുന്നത്? അതല്ല, നാം ഖബറിലേക്ക് പോകുന്നതോടുകൂടി നാം ജീവിച്ച നാട്ടിലെ മനുഷ്യർക്കൊക്കെ ആശ്വാസം ലഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് കൃത്യമായ പരിശോധന നടത്തി ഞാൻ എവിടെ നിൽക്കുന്നു, എന്റെ കാലശേഷം ആളുകൾ എന്നെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്റെ നന്മകളെ ഓർത്ത് കണ്ണു നിറക്കുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടാകുമോ? അതല്ല, എന്റെ കാലം കഴിയുന്നതോടുകൂടി അയൽവാസിക്ക് ഞാനായിരുന്നു നല്ലൊരു വഴി ലഭിക്കാനുള്ള തടസ്സം, ഞാനായിരുന്നു അവന്റെ വീട്ടിലേക്ക് ഒരു വാഹനം എത്താൻ എന്റെ വേലിയായിരുന്നു തടസ്സം, എന്റെ മരണത്തോടുകൂടി അവന്റെ അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങി അവർക്കൊക്കെയും സമാധാനം ലഭിക്കുകയാണോ ചെയ്യുക എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വന്തത്തെ കുറിച്ച് ആത്മപരിശോധന നടത്തി നന്മയുള്ള ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകൾക്കും അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ പടച്ചറബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. والسلام على المرسلين والحمد لله رب العالمين.